ഇന്ന് ആരെടുത്തുന്നാണാവോ? എന്താ പറ്റിയത്? കുമാരൻ ആരാ നീ ചെറ്റുകൾക്ക് അറിയില്ല. എന്നെ തല്ലിട്ട് ഈ പൊന്നാരി മംഗലത്ത് സർക്കസ് നടത്തുന്ന എനിക്കൊന്ന് കാണാം. അയ്യോ കുമാരേട്ടാ, അത് സർക്കസുകാരല്ല, പട്ടാളക്കാൻ വന്നതാ. ആരാണ് ഇവിടെ ഹിന്ദി പറഞ്ഞത്? ഞാൻ മന്ത്രിയെ കാണാൻ പോയ തക്കത്തിന് പട്ടാളക്കാർ ഇവിടെ. ആരാണ് ഇതിന്റെ ഹിന്ദി പഠിപ്പിച്ചത്? അതിനിവിടെ ആര് ഹിന്ദി പറഞ്ഞെന്നാ കേട്ടില്ലേ? അയ്യോ, അത് മലയാളത്തിൽ അച്ഛാന്ന് വിളിച്ചത്. ഇനി മലയാളത്തിൽ എന്നല്ല ഒരു ഭാഷയിൽ ഇവിടെ ഹിന്ദി കേട്ടു പോകരുത്. ഈശ്വര, ഈ മനുഷ്യൻ വന്നു തുടങ്ങി. ചേട്ടാ, ആ വലിയ കുപ്പി അത് ഒരു 200 രൂപ. ഗോപാൽജി, ഒരു 20 രൂപ കുറവുണ്ട്. അടുത്തവണ അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, കടമൊക്കെ അങ്ങ് ബാറി പറഞ്ഞാ മതി കേട്ടാ. എടാ, നിന്റെ ഒക്കെ പ്രായത്തില് ചൂടും തണുപ്പും സഹിച്ച് അതിർത്തിയിൽ ഉറക്കമഴിച്ച് കിടന്നതിന് കിട്ടണതാ ഈ മിലിറ്ററി കോട്ട. അതിലേ മണ്ണിട്ടിളക്കരുത് കേട്ടാ. അടുത്ത തവണ ശരിയാക്കും ഗോപാൽജി. നിന്റെ പാട്ട് പോടാ. കൊടുക്ക. അയ്യോ അയ്യോന്നോ? അയ്യോ ഗോപാൽജി, മതി. ഒരു 20 രൂപയ്ക്കുള്ള ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു കടവില്ല. അയ്യോ, ഈ കറവക്കാരൻ നാരായണന്റെ വീട് എവിടെയാ? കറവക്കാരൻ നാരായണനോ? ഓ, നമ്മുടെ വെളിച്ചപ്പാട്. അയാളിപ്പോ വീട്ടിൽ കാണൂല, അമ്പലത്തിൽ കാണും. അമ്പലത്തിലോട്ട് ജാവോ, സീതാ ജാവോ, സീതാ ജാവോ. താങ്ക് യു. ദേവി, കുറെ നാളായിട്ട് മുങ്ങി നടക്കായിരുന്നു അല്ലേ? 2-3 മാസം പാലിന്റെ കാശ് കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കിട്ടിയ അമ്മയ്ക്ക് സന്തോഷാവും. അമ്മേ ഭഗവതി, എന്താണ് പട്ടാളം അമ്പലത്തില് തെരഞ്ഞു നടന്ന് കാണാനിട്ട് ഇങ്ങോട്ട് വന്നത്? എന്തിന്? പട്ടാള ക്യാമ്പിലേക്ക് പാല് വേണം, അത് പറയാൻ വേണ്ടിയാ വന്നത്. അത് ശരി, എന്നാ പൊക്കോളൂ, വഴിയുണ്ടാക്കാം. അമ്മേ, വഴിയുണ്ടാക്കാം. ദേവി രക്ഷപ്പെട്ടു. കൃഷ്ണൻകുട്ടി സർ, ഇപ്പൊ എന്തൊക്കെ കാണുന്നുണ്ട്? മരങ്ങൾ, ദൂരമല, ചുവന്ന കൊടി, കൊടികെട്ടിയ വടി, ബോർഡ്, ആൾരൂപം എല്ലാം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് സർ. ആ, ബെസ്റ്റ്. ഗൺ എയിം ചെയ്യുന്ന പട്ടാളക്കാരൻ തന്റെ പ്രതിയോഗിയെ മാത്രമേ കാണാൻ പാടുള്ളൂ. മലയും കോപ്പും ഒക്കെ കാണാൻ പോയാലേ ശത്രുവിന്റെ ബുള്ളറ്റ് നിന്റെ നെറ്റി തുളയ്ക്കും. ബി ഇൻ യുവർ പൊസിഷൻ. എക്സസൈസ് ചെയ്ത ശരീരം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ചിട്ട, ഏകാഗ്രത, മനസാന്നിധ്യം, ഇതൊക്കെയാണ് പ്രധാനം. മനസ്സിലായോ? ക്യാമ്പിലേക്ക് പാല് കടന്ന് കൊടുക്കാൻ. മനസ്സിലായല്ലേ? അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഡിസിപ്ലിനും മനസാന്നിധ്യവുമാണ് ഒരു പട്ടാളക്കാരന്റെ രക്ഷാകവചം. ഏത് പ്രതിസന്ധിയിലും ധൈര്യം കൈവിടരുത്. എല്ലാരും ഇതുപോലെ എന്തെങ്കിലും നോക്കൂ പ്ലീസ്. എന്റെ പിന്നാലെ തന്നെ വരുന്നേ. ആ പശുവിനെ പിടിച്ചിട്ടോ. താനെന്താ പശുവിനെ കൊണ്ട് കബഡി കളിപ്പിക്കാം? ഇവിടുത്തെ ബിസിനസ് നമുക്ക് പറ്റും തോന്നുന്നില്ല ലക്ഷ്മി. നിന്റെ പശുവിനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നേ. വാ മോളെ, വാ വാ. അയ്യോ ക്ഷമിക്കണം, എനിക്ക് ലക്ഷ്മിക്കുട്ടിക്ക് ഈ വക വെടിശബ്ദം ഒന്നും പരിചയമില്ല. നിങ്ങൾ അതിനെ എവിടെയെങ്കിലും ഒന്ന് കെട്ട്. ആ വാ വാ വാ, കെട്ടാം കെട്ടാം. സാർ, ഞാൻ ഹെൽപ്പ് ചെയ്യണോ? എന്നാ അവിടെ കട. പശുവിനെ പേടിച്ചിങ്ങനെ ഉടനെ പട്ടാളാണെങ്കിൽ അതിർത്തിയിൽ കുറച്ച് പശുവിനെ അഴിച്ചു വിട്ടാ പോരെ, അല്ലേ ലക്ഷ്മിക്കുട്ടി?
100 साल पहले मुझे तुमसे प्यार था 100 साल पहले मुझे तुमसे प्यार था 100 साल पहले मुझे तुमसे प्यार था मुझे तुमसे प्यार था 100 साल പട്ടാള പട്ടികളെ ആരാണ് അവിടെ ഓലിയിടുന്നത് ചെറ്റൻ താഴെയാണ് അപ്പുറത്ത് ഗായകൻ വെട്ടത്തോട്ട് ഇറങ്ങി വാടാ ഇറങ്ങി വരില്ലേടാ ഗായക വേണ്ട അവിടെ തന്നെ നിന്നോ ഈ കുമാരന് ഉന്ന ഉണ്ടോ എന്ന് കാണിച്ചു തരാം പെണ്ണുങ്ങൾക്ക് മാനം മര്യാദ ജീവിക്കാൻ സാധിക്കില്ല ഇറങ്ങി വാടാ ചെറ്റ ഗായക മോനെ വരുന്നുണ്ടോ എടീ നീ എന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യരുത് കേട്ടോ നീ വിടണി ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം എടാ പട്ടാള പട്ടികളെ അകത്തേക്ക് വരാൻ. ഞാൻ ഇത് കൂടി ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ ലാസ്റ്റ് ബോൾ ഈശ്വരാ, ഇത് എന്തൊരു മാറ്റാടാ ഇത്? കേറാൻ. എന്താ നുഴഞ്ഞു കയറാൻ പഠിപ്പിക്കരുത് നുഴഞ്ഞു കയറാൻ ഇങ്ങേർക്ക് ഇത് എന്തിന്റെ കേടാണ് ആകാശത്ത് കൂടി പോണ വെടിയുണ്ട കോണി വെച്ച് കയറി കൊണ്ടോളും ഇതാ കുറച്ച് വെള്ളം ചേർത്ത് കഴിക്കണ മോനെ കരള് പാടി പോകും ഇതിനൊക്കെയുള്ള വെള്ളം നമ്മുടെ ശരീരത്തിലുണ്ടെന്ന ശാസ്ത്രം നിങ്ങൾ അവിടെ വന്നിട്ട് കുറെ നേരമായിരുന്നു എവിടെ അവിടെ ആ ഗ്രൗണ്ടിന്റെ അവിടെ അന്ന് ഞങ്ങളെ കണ്ടില്ലേ ആ. അപ്പൊ ഒന്നുള്ളൂ ആഹാ എന്താണ് പ്രശ്നം ഒന്നുമില്ല ചുമ്മാ എന്നാ ഞാൻ പോട്ടെ കാലത്ത് നേരത്തെ എണീക്കണ്ടേ ആ. പി ടി ആ, ആ, ആ. सौ साल पहले मुझे तुमसे प्यार था आज भी है और कल भी रहेगा सदियों से तुझसे मिलने किया बेकरार था ആ ഗുളികൻ പണിക്കരെ എന്നെ കല്യാണം കഴിപ്പിക്കാൻ ജാതകം നോക്കി അച്ഛനെ ഉപദേശിച്ചിരിക്കുക അയാൾക്കിട്ട് 2 എണ്ണം കൊടുക്കാൻ ഈ കുമാരേട്ടനേ ഉള്ളൂ അതിനായി കുതന്ത്രം ദാ. മുട്ടയുടെ കാശ് പോവോ ചേച്ചി ചുമടല്ലേ കണ്ടു കുഴപ്പമായി എന്ത് ഈ ബാക്കിലേക്ക് കിട്ടോ ഓടണോ വേണ്ട 1 2 3 4 വന്നു ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാർ രാവിലെ ജോഗിന് ഇറങ്ങിയപ്പോ ജസ്റ്റ് ഇതുവഴി പാസ് ചെയ്താ ആഹാ നിങ്ങളെവിടെ ഞങ്ങളും ജോഗ് ചെയ്ത് അറിയാതെ ഈ വഴിയായിപ്പോയി ഓക്കെ ഓക്കെ ഇങ്ങേർക്ക് ഇങ്ങനൊരു അസുഖമൊന്നും ഇല്ലായിരുന്നല്ലോ നാട്ടുകാർ ഇടി മേടിച്ചു വരുമെന്ന് ഉറപ്പാ ഏതവനാണ് എന്റെ വീടിനെ ഒലിപ്പിച്ച് കിടക്കുന്നത് ഓ ഈ മനുഷ്യൻ രാവിലെ തന്നെ
തുടങ്ങിയോ? ഇല്ലടി, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നേര് പറയടി, ആരാടി നിന്നെ കാണാൻ കൊച്ചുവെളുപ്പം കാലത്ത് പതുങ്ങി വന്നത്? അതോ രാത്രി നീ ഇവിടെ കിടത്തി ഒളിപ്പിച്ചവനോ? ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറയുന്നതിനെ കുഴപ്പമുള്ളൂ. നിനക്ക് കഴിഞ്ഞാടി നടക്കാം. ഞാൻ വിറ്റായപ്പോ നീ ആ ജോത്സ്യം പണിക്കരോട് ശൃംഗരിക്കാൻ പോയില്ലടി ശീലാവതി. ഓ എന്റെ മനുഷ്യ, ഈ കുട്ടികളെ ഓർത്തെങ്കിലും ഒന്ന് ഈ മിണ്ടാണ്ടിരിക്കേ. പിള്ളേരെ ഓർത്താണ് ഞാൻ നിന്നെ നിലത്തിട്ട് ചവിട്ടി അരയ്ക്കാത്ത ആസത്തെ. ആ പണിക്കരെ കാണാൻ പോയത് സത്യ. അതെ, നിങ്ങളുടെ തലവര നേരെ ഒന്ന് പ്രശ്നം വെപ്പിക്കാൻ. എന്റെ തൊലവര നിന്റെ നേരെ വീട്ടിൽ അടയ്ക്കാൻ അത് തന്നെ കൂടോത്രം. മനസ്സിലായി. എന്റെ തല പൊട്ടി തെറിപ്പിച്ച് നിനക്കും ആ പുളുന്താൻ പണിക്കർക്കും കൂടി ഇവിടെ സുഖമായി കഴിയാൻ അവൻ ചെയ്ത കൂടോത്രമല്ലേടി ഇത്? അയ്യോ, പോട്ടെ. ഉടുത്തൊരുങ്ങി ദേവാണ് ബാഗം തൂക്കി മഹിളാ രത്നം. എവക്കൊണ്ടടി രഹസ്യക്കാരോ അല്ലത് നിന്റെ ബാക്കി വിത്തല്ലേ? ദേ മനുഷ്യ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. അവളെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഓ, അനിയത്തെ പറഞ്ഞപ്പോ അവക്കങ്ങ് കൊണ്ടു. രാവിലെ പിന്നെ അവള് തെണ്ട ഇറങ്ങുന്നത് എന്തിനാടി? ഓ, നിങ്ങളുടെ നാക്ക് പുഴുത്തു പോയി. അവള് തെണ്ടാൻ ഇറങ്ങണോണ്ടാ ഞാനും എന്റെ പിള്ളേരും പട്ടിണി കൂടാണ്ട് ഇവിടെ കഴിയണത്. ഒരു സർക്കാർ ജോലിക്കാരൻ കുടിച്ച് കൂത്താടിയുള്ള ജോലിയും കളഞ്ഞ് കാശിന് ഗുണമില്ലാണ്ടായി. അതും പോരാ, ബോധമില്ലാണ്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ എന്ത് ചെയ്യടി? മൂക്കി കയറ്റിക്കളയോ? എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ഞാൻ കുടിക്കും, പെടുക്കും. നീ ആരടി ചോദിക്കാൻ? ആ സത്യം പറയടി, നീ കൂടെ ചേർന്ന് നടത്തിയ കൂടോത്രം അല്ലേടി ഇത്? ഇന്നത്തോടെ അവന്റെ കവടി നിരത്തിയാൻ നിർത്തും. വ്യാഴം മറിഞ്ഞിരിക്കാണ്. രോഗപ്രശ്ന. സമയം സൂക്ഷിക്കണം. കുംഭരാശിയാ. ഇവരാ പ്രശ്നം. ഇനി ആരാ പ്രശ്നം? ഒന്നും തോന്നരുത്, സുഖമില്ലാത്തോണ്ടാ. കണ്ടകശനി കൊണ്ടേ പോകുന്ന എന്റെ കണ്ടകശനി ഞാൻ കാണിച്ചോടോ. എന്താ കുമാരേട്ടത്? കോഴിമുട്ടെ കൂടോത്രം ചെയ്യല്ലേടോ? ഭഗവതി, എനിക്ക് അങ്ങനെ വക അറിയില്ല. നന്നായിട്ട് വരയ്ക്കും അല്ലേ? എനിക്ക് വരയ്ക്കാനും അറിയില്ല. ചെയ്തതും പറഞ്ഞു നുണയും പറയുന്നോ? ഒരു മുട്ട കൊണ്ടൊന്നും തിരക്കുന്ന തലയല്ലടോ ഈ കുമാരൻ്റെത്. ഉപ്പേ അയ്യോ, ഇതുപോലൊരെണ്ണം ഉണ്ടായിട്ട്. പെൺപിള്ള, ഈ ജോത്സ്യരെന്നത് അടക്കി നിർത്തിക്കോണം. പേരിലൊരു കൃഷ്ണൻ ഉണ്ടെന്ന് കരുതി 16,000 കെട്ടാനാണ് പൂതിയെങ്കിൽ ഇവന്റെ